അസ്സലാമു അലൈക്കും. ജസ്ന സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് സ്വീറ്റായ കുനാഫേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്വീറ്റായ കുനാഫയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇത് ഒരു പാക്കറ്റിലാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം എല്ലാ ഷോപ്പിലും ഇത് കിട്ടുന്നതാണ്. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒരു കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചൊരു തണുപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. കൈകൊണ്ട് ഇത് അതിന് ശേഷം എടുത്ത് വെച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ വിട്ട് വരുന്നൊരു ഇതിലാണ് വേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തിക്ക് ക്രീം വേണം. ഇവിടെ 250 ml തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ. അടുത്ത വേണ്ടത് ഇത് പിസ്ത പൗഡറാണ്. മൊസറല്ല ചീസ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇത് 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഡോയിലേക്ക് ഒഴിക്കാം. ശേഷം ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കൈവച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കൈ കൊണ്ട് ചെറുതായൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡിലേക്ക് മാറ്റി ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ചെറുതായൊന്ന് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമുക്കിതിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ബട്ടറിൽ നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അടുത്ത് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ എടുത്ത ബട്ടറിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കുനാഫ ഇതിലേക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായി ലെവലായിട്ട് വരണം എല്ലാ സൈഡിലും. നമ്മളിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് മൊസറല്ല ചീസും അതുപോലെ തിക്ക് ക്രീമും ഇടുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ കറക്റ്റായിട്ട് വരണം. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഹാഫ് മാത്രമേ നമ്മൾ ഇപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കി മൊസറല്ല ചീസും തിക്ക് ക്രീം ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെയാണ് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. എല്ലാ സൈഡിലും ഒരേപോലെ ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സൈഡിലും ഒരേപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ എടുത്ത് വെച്ച തിക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇത് ലെവൽ ചെയ്തെടുക്കണം. ശേഷം എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം എല്ലാ സൈഡിലും ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ നിങ്ങൾ ചെയ്യണ്ട, അതിൻ്റെ സെൻറ്ററിൽ മാത്രം ചെയ്താൽ മതി. ശേഷം ഇതിൻ്റെ മേലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. മൊസറല്ല ചീസ് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക, അതിനായിരിക്കും നല്ല ടേസ്റ്റ്. ഇവിടെ കുനാഫ ഡോൻ്റെ പാക്കറ്റ് വാങ്ങി അതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തിക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് മൊസറല്ല ചീസ് ഇട്ടത്. അടുത്തത് ബാക്കിയുള്ള ഈ ഡോക്കെ നമുക്ക് ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തെടുക്കണം. എല്ലാം നല്ല കറക്റ്റ് ഷേപ്പ് തന്നെ ചെയ്തെടുക്കുക. ഇത് കവർ ചെയ്ത് നിൽക്കുന്നത് പോലെ വേണം ചെയ്യാൻ. ഇത് കവർ ചെയ്ത് നിൽക്കുന്നത് പോലെ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മൊസറല്ല ചീസും തിക്ക് ക്രീമൊക്കെ കാണാത്തതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ പാനിലും ചെയ്യാം. ഞാൻ ഇപ്പം ഓവനാണ് ചെയ്യുന്നത്. ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഞങ്ങളുടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് 1.5 കപ്പ് മുതൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി മാറ്റി തരാം. നമുക്കതിലേക്ക് ഏലക്ക കൂടെ ചേർക്കണം. 2-3 ഏലക്ക കൂടെ ചേർത്താൽ മതി. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 3 ഏലക്ക ഇതുപോലെ ഒന്ന് ചേർത്തിട്ടുണ്ട്.
ശേഷം ഇത് നന്നായി ചെറുതാന്ന് കുറുകി വരണം. ഇത് നല്ല ലൂസായിട്ട് തന്നെയുള്ളത്. ചെറുതാന്ന് വറ്റി വരുമ്പോൾ നന്നായി കുറുക്കും. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.